അമ്മമ്മേ വിശക്കുന്നു കഴിക്കാൻ വല്ലെന്താ? അകത്ത് ചോറ് ഇരിപ്പുണ്ട്, പോയി എടുത്ത് കഴിക്കും. 4 മണിക്ക് ചോറോ സ്നാക്സ് ഒന്നും ഇരിപ്പില്ലേ? ക്രാഫ്റ്റ്സ് ഒക്കെ അയൽക്കൂട്ട ബന്ധങ്ങളുടെ മീറ്റിംഗിൽ വന്നപ്പോ എടുത്ത് കഴിച്ചെന്നേ. അമ്മൂടെ പലതവണ പറഞ്ഞിട്ടില്ലേ വരുന്നവർക്കും പോകുന്നവർക്കും എനിക്ക് വെച്ചാൽ സ്നാക്സ് ഒന്നും എടുത്ത് കൊടുക്കരുതെന്ന്. അവല്ലേ കട്ടൻ ചായ അലവല നനച്ചിട്ട് അവര് നനച്ചത് വലിയ കൊടുത്താ പോരെ? അവരൊക്കെ ഇപ്പൊ അവര് നനച്ച് കഴിക്കാതിരിക്കുവാ. രമണി പറയുവാ സ്നഗീന്ന് വിഷ ഓർഡർ ചെയ്യാൻ. എനിക്കാന്ന് അറിയണ്ട, എന്റെ സ്നാക്സ് എനിക്ക് ഇപ്പൊ കിട്ടണം. അതിന് അവരിപ്പോ തിന്നു പോയില്ലേ, ഞാൻ എന്ത് ചെയ്യാനാ? എന്റെ ഒരു കാശും ഇല്ല. കാശൊന്നും വേണ്ട, അമ്മൂമ്മ പെട്ടെന്ന് റെഡിയാക്കി കടിച്ചു അമ്മനെ കൊണ്ട് എന്നെ വിഷം ഇറക്കിപ്പിക്കാൻ എനിക്ക് അറിയാം. എന്താ നിന്റെ പ്ലാൻ? അതൊന്നും അമ്മൂമ്മ അറിയണ്ട, എന്നോട് വന്നാൽ മതി, ബാക്കി ഞാൻ പറയാം. അതിനോട് പിടിച്ചോണം. എന്താ ശാന്താമ്മയും കൊച്ചുമോളുമായിട്ട് വന്നേ? ഞങ്ങൾ അമ്മ സപ്തതി ക്ഷണിക്കാൻ വന്ന. ആഹാ, അത് ശരി. അപ്പൊ എന്താണ് സംഭവം? ഒരു നല്ല കാര്യം പറയാൻ വരുമ്പോ മുറ്റത്ത് നിർത്തിയാണോ സംസാരിക്കുന്നത്? അയ്യോ, ഞാനിത് മറന്നു. വാ, ഇനി വന്ന കാര്യം പറ. അതെ, വീട്ടിലാരെങ്കിലും വന്ന ചായയും പലഹാരം ഒന്നും കൊടുക്കത്തില്ല? അല്ല, എന്തെങ്കിലും കുടിക്കാനും കുറയ്ക്കാനൊക്കെ ഉണ്ടെങ്കിൽ എടുത്തോണ്ട് വാ. അയ്യോ സോറി മോളെ, ഞാൻ ഇപ്പൊ വരാട്ടോ. അതെ, വലിയ വീട്ടിലും വന്ന് കൊച്ചുകാരുടെ തീരസാനം തട്ടിവിടെ ഇവർക്കൊക്കെ നല്ല മിടുക്ക. നീ എന്റെ നാണം കെടുത്തുവല്ലോ. മിണ്ടരുത്. അപ്പൊ എന്നാ ശാന്താമ്മയുടെ സപ്തതി? ആന്റീന്റെ എത്ര ഡേറ്റ് ആ കലണ്ടർ നോക്കി പറയാവോ? ഇപ്പൊ പറയാവേ. ഇന്ന് ഡേറ്റ് 14. എന്നാ ഡേറ്റ് ഞങ്ങൾ തീരുമാനിച്ചിട്ട് പറയാവേ. അപ്പൊ പോണേ കേട്ടെ. ഇതന്നെ അമ്മമ്മയും കൊച്ചുമോളും കൂടി പതിവല്ലാതെ ഇതിലേക്കാ കയറിയിരിക്കും. ഞാനിപ്പോ വരാവേ. ഒന്നല്ലേ, അതിന് ശാന്തയ്ക്ക് 68 വയസ്സല്ലേ ആയുള്ളൂ. 70 വയസ്സിലല്ലേ സപ്തതി. എന്നാ ഞങ്ങൾ ഇവിടെ 2 വർഷം കഴിഞ്ഞ് വരാം. വേറെ ആർക്കാണ് മീറ്റിംഗ്? പെട്ടെന്ന് പറ. സുധാ വനജ ലീലാമ്മ. സുധാ വനിത ലീലാമ്മ ഒന്നിനെ വെറുതെ എടുത്തില്ല. വാ അമ്മമ്മേ, നമ്മള് കുറെ നാളായില്ല ബിരിയാണി കഴിച്ചിട്ട്. നമുക്കിന്ന് ബിരിയാണി ഉണ്ടാക്കിയാലോ? എപ്പൊ നോക്കിയാലും ഈ തീറ്റ എന്നുള്ള വിചാരമുള്ളോ? പോയി കിടന്ന് ഉറങ്ങും വച്ചേ. നീ 1 മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്ക് 200 രൂപ ലാഭാ. നീ ഉണർന്നിരുന്നാ എനിക്ക് ചെലവുവാ. എന്തോ അമ്മമ്മ വിശന്നിട്ടല്ലേ? എന്റെ കൊച്ചെ, എനിക്ക് ബിരിയാണി ഒന്നും ഉണ്ടാക്കാൻ നടുവും തണ്ടക്കണ്ണില്ല. നീ ആ ടൊമാറ്റോയിൽ പോയി മേടിക്കും. ബിരിയാണി ഉണ്ടാക്കാൻ എന്തിന് തക്കാളി? തക്കാളി അല്ല, ഈ ചോറും കറികളൊക്കെ മേടിച്ചോണ്ട് വരുന്ന ആളുകളില്ലേ, അവരോട് വിളിച്ചു പറ. ഓ, അത് ടൊമാറ്റോ അല്ല, സൊമാറ്റോ. എന്തേലും ആവട്ടെ, നീ വിളിച്ചു പറ. അമ്മമ്മ ബിരിയാണി കിട്ടി, കഴിക്കാൻ വാ. എടി മരിയേ, ശാന്താമ്മേ. ആഹാ, ഇതാ ആരൊക്കെയാ? വാ കേറിയിരിക്കേ. ഞങ്ങള് ശാന്താമ്മയുടെ സപ്തതിയാഘോഷം എവിടം വരെ ആയിന്നറിയാൻ വേണ്ടി വന്നതാ. ഓ അങ്ങനെ. അപ്പൊ ഇവന് ഒരേ നിർബന്ധം, ശാന്താമ്മയുടെ കൈകൊണ്ടുണ്ടാക്കിയ ഭക്ഷണം കഴിക്കണമെന്ന്. അതൊരു വല്ലാത്ത നിർബന്ധം ഇപ്പൊ അല്ലേ? ഇവിടെ അങ്ങനെ ഒന്നുമില്ല മക്കളെ. ഇത്തിരി റേഷനയുടെ കഞ്ഞി കൊണ്ട് ചുട്ടരി ചമ്മന്തി ഉണ്ട്, അത്രേ ഉള്ളൂ. ചുട്ടരി ചമ്മന്തി ഒന്നും പറയില്ല, അതൊക്കെ കേട്ടവൻ ചാടിക്കേറി വീഴും. വായില് ഗുണാക്കേവ് ഫിറ്റ് ചെയ്ത് നടക്കണ ചെറുക്കനാ. എന്നാ ചുട്ടരക്കാത്ത ചമ്മന്തി. പിന്നെ അവിടെ നിന്ന് ഒരു ബിരിയാണി വേണം. അത് പിന്നെ ഞാൻ ബിരിയാണിയുടെ ഫ്ലേവറുള്ള സ്പ്രേ അടിച്ചിട്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ബിരിയാണി തിന്നാൻ കൊതിയാകുമ്പോഴത്തേക്കും ഞങ്ങൾ ആ സ്പ്രേ അടിച്ചിട്ട് കഞ്ഞി ഒഴിക്കും. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ആശ തീർത്തത്. അപ്പൊ അതെന്താ? അത് അതിന് ഇതിലൊന്നും ഇല്ലല്ല. എന്നാലും നോക്കട്ടെ. അയ്യേ, അതിലൊന്നും ഇല്ല. ദേ ബിരിയാണി, ദേ കറക്റ്റ് 2 എണ്ണം. ഞങ്ങൾ വരുമെന്ന് പറഞ്ഞ് സർപ്രൈസ് ആക്കി വെച്ചേക്കുവായിരുന്നില്ലേ കൊച്ചു കള്ളി. അതെ അതെ, വാ അമ്മ കഴിക്കാം. എന്റെ വീട്ടിൽ നിന്ന് എന്റെ ചിപ്സ് മുഴുവൻ എടുത്ത് കവറിലിട്ട് കൊണ്ടുപോയപ്പോഴും അവക്കട്ട് ഞാൻ ഓങ്ങി വെച്ചതാ. ഇപ്പോഴെനിക്കൊരു കാര്യം മനസ്സിലായി. ഈ കൊക്കപ്പോഴെന്നൊന്നും പറയണത് അന്ധവിശ്വാസമല്ല, ശരിക്കുള്ളതാണ്. അവന്റെ തീറ്റ കണ്ടിട്ട് അവന്റെ വയറ്റിനുള്ളിലെ കൊക്ക പുഴുവല്ല, കൊക്ക പാമ്പാ.